പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അബിയെ എൻജ്വല്ലറിയിൽ ജോയിൻ ചെയ്യാനായിട്ട് എത്തിയിരിക്കുകയാണ്. അബിയെ വരവേൽക്കാനായിട്ട് ഡേവിഡും അവിടെയുള്ള സ്റ്റാഫും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അബിയോട് ഐശ്വര്യമായിട്ട് ആ കസേരയിൽ ഇരിക്കാനും ഇതിൽ ആദ്യമായിട്ട് അബിയാണ് ഇരിക്കുന്നതും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അബി. അതിന് നവ്യയോടാണ് അബി നന്ദി പറയുന്നത്. അങ്ങനെ നമ്മുടെ മാളവിക അബിയെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ അനന്തപുരി അനന്തപുരിക്കാരുടെ മൂർത്തീസ് ജ്വല്ലറിയിൽ എന്തൊക്കെ തിരിമറി ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് അയാളെ അത്യാവശ്യമാണ്. കാരണം അനന്തപുരിക്കാരുടെ രഹസ്യങ്ങൾ ചോർത്താൻ ആവശ്യമായിട്ടുള്ള ഒരാളാണ് അബി. അവനിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് അവനെ ഇവിടെ സാർ നിയമിക്കാൻ തീരുമാനിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാളവിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഏതാണ് ഈ സാർ? അയാളെയാണല്ലോ കണ്ടെത്തേണ്ടത്. പിന്നെ അബിയും ഇയാളുമായിട്ട് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ, എല്ലാം വളരെയധികം ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. നവ്യയാകട്ടെ ആ ഒരു സമയത്ത് ഡേവിഡിനോടും ഒക്കെ വളരെയധികം നന്ദി പറയുന്നുണ്ട്. എന്നിട്ട് ഇനി വേണം എനിക്ക് മൂർത്തീസ് ജ്വല്ലറിയുമായിട്ട് പ്രതികാരം ചെയ്യാൻ. അവരെ തറ പറ്റിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സംസാരിക്കുന്നത് മാളവികയുടെ മുന്നിൽ വെച്ചായിരുന്നു. അങ്ങനെ പിന്നീട് മാളവിക അവിടെ നിന്ന് പോവുകയും പിന്നീട് ആദർശിനെ കാണുകയും അബി ജോയിൻ ചെയ്തതിനെക്കുറിച്ചും അബിയിൽ നിന്നും എല്ലാ രഹസ്യവും ചോർത്താനാണ് അവരെ നിയമിച്ചിരിക്കുന്നത് എന്നൊക്കെ ആദർശിനോട് തുറന്ന് പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അബിയെ ഇങ്ങനെ കൂട്ടുപിടിക്കണമെങ്കിൽ, കാരണം അബിക്ക് ഒരു യോഗ്യതയുമില്ല. പ്രത്യേകിച്ച് മൂർത്തീസ് ജ്വല്ലറിയിൽ സ്വർണം ഇടപാടുമായിട്ട് ജയിലിലൊക്കെ കിടന്നിട്ടുള്ള ആളായത് അവർക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ അവനെ ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക്, ഒരു യോഗ്യതയും ഇല്ലാത്ത ആൾ ഇത്രയും വലിയ പോസ്റ്റിലേക്ക് വലിയ ശമ്പളം കൊടുത്ത് നിർത്തണമെങ്കിൽ അബിയുമായിട്ട് എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട് സാർ, അതൊക്കെ നമ്മൾ അന്വേഷിച്ചേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശം പറയുന്നുണ്ട്, അത് ശരിയാണ്, അതെൻ്റെ മനസ്സിലും ഓടിയിരുന്നു. അബിയുടെ കാര്യം മാത്രമല്ല നവ്യയുടെ കാര്യം. കാരണം നവ്യ മോഡലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ കഴിവ് തെളിയിച്ച ആളൊന്നല്ല. കഴിവ് തെളിയിച്ച ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാളും വലിയ ശമ്പളമാണ് ജ്വല്ലറിയിൽ നവ്യയ്ക്ക് കിട്ടുന്നത്. അതുമൊക്കെ അന്വേഷിക്കണം, ഇതിലൊക്കെ എന്തോ ദുരൂഹതയുണ്ട് എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. അവന്തിക ഓഫീസിലിരുന്ന് ഏട്ടൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ CCTVയിലൂടെ കാണുകയാണ്. കാരണം നേരിട്ട് ചെന്ന് ആസ്വദിക്കാൻ കഴിയത്തില്ല. കാരണം അഭിയുമായിട്ട് ശത്രുതയിൽ നിൽക്കുന്ന പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്തിക. പിന്നെ നേരെയാണെങ്കിൽ അഭിയുടെ മുന്നിലേക്ക് ചെല്ലാൻ പറ്റുന്ന ഒരവസ്ഥയോ അല്ല. കാരണം അവന്തികയ്ക്ക് ആ ഒരു ഇതുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് അഭി അറിഞ്ഞാൽ അത് പ്രശ്നമാണല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ അവന്തിക CCTVയിലൂടെ അബി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ അബി, ഇവിടെയൊക്കെ എന്തായാലും ഒരുപാട് പണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, എനിക്ക് എന്തായാലും തന്നിട്ടുണ്ട് പണം, നല്ല ജോലിയും ശമ്പളമൊക്കെയാണ് അവർ ഓഫർ ചെയ്തത്. പക്ഷേ എങ്കിലും എന്തെങ്കിലും എത്രയും പെട്ടെന്ന് പൈസക്കാരനാക്കാനുള്ള കാര്യം നോക്കിയേ പറ്റുകയുള്ളൂ. ഇനി എങ്ങാനും എന്നെ പിരിച്ചു വിടാൻ എന്തെങ്കിലും ഇവർ തീരുമാനിച്ചാൽ അതാകെ പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് ഇവിടെ മാക്സിമം ഇവിടുത്തെ പണവും സ്വർണവും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചത് എവിടെയാണെന്നുള്ളതൊക്കെ ഒന്ന് കണ്ടെത്തണം എന്നൊക്കെ എന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സമയത്താണ് അവിടെയുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ തുറന്ന് നോക്കുന്നതായിട്ട് അവന്തിക കാണുന്നത്. അപ്പോൾ ആ സമയത്ത് അവന്തിക ചിന്തിക്കുന്നുണ്ട്, ഈ അഭിയേട്ടൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോ. ഇതിന് മുമ്പേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ലേ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ഡ്യൂട്ടിയാണ്. അതിന് പകരം ഷെൽഫൊക്കെ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സ്വഭാവമാണ് അഭിയേട്ടൻ്റെത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് ഇതുവരെ സ്വഭാവം മാറ്റാനായില്ലല്ലോ. ഇനിയിപ്പോൾ ഇക്കാര്യത്തെ കുറച്ച് അച്ഛനോട് പറഞ്ഞാൽ അച്ഛനത് വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം എങ്ങനെയെങ്കിലും മോനെ ആ ഒരു കസേരയിൽ ഇരുത്താൻ ആഗ്രഹിച്ച് നടക്കുകയായിരുന്നല്ലോ. എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് എന്നൊന്നും അറിയത്തില്ല. മുടിപ്പിക്കാനാണോ ജയിപ്പിക്കാനാണോ ഏട്ടൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊന്നും അറിയത്തില്ല എന്നുള്ള ചിന്തയൊക്കെ അവന്തികയുടെ മനസ്സിലോട്ട് വരികയാണ്.